ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഏർലി സ്റ്റേറ്റ് ആൻഡ് ഏർലി ഐഡിയാസ്, ആദ്യകാല രാഷ്ട്രങ്ങളും ആദ്യകാല പിന്നെ ആശയങ്ങളും എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സിറ്റി സ്റ്റേറ്റ്സ് ഇൻ ഗ്രീസ് ആൻഡ് ദ ഡെമോക്രസി ഇൻ ഏതൻസ്. ഏതൻസിലെ ജനാധിപത്യവും അതുപോലെ തന്നെ നഗര രാഷ്ട്രങ്ങളും ഒരു ചോദ്യം ചോദിക്കും. ഏതൻസിലെ ജനാധിപത്യത്തിന്റെ സവിശേഷങ്ങൾക്ക് അറിയാലോ. അതുപോലെ എന്താണ് ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് വാട്ട് ഈസ് അശോകതമ്മ, പോയിന്റ് ഔട്ട് ദ മെയിൻ ഐഡിയാസ് ഓഫ് അശോകതമ്മ. എന്താണ് അശോകതമ്മ? അശോകതമ്മയുടെ അശോകതമ്മ പ്രചരിപ്പിക്കുന്ന ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ച തത്വങ്ങളുണ്ട്. ദമ്മയുടെ ഭാഗമായി അദ്ദേഹം പാലിക്കാൻ വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മെൻഷൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ ഡോമിനൻസ് ഓഫ് മഗധ. മഗധ എന്ന് പറഞ്ഞെങ്കിലും ആ മഹാജനപദം വലിയൊരു സാമ്രാജ്യമായി മാറാൻ അതിനെ സഹായിച്ച പ്രകൃതിദത്തമായ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ. ആ ഘടകങ്ങൾ എക്സാമിന് ഷുവർ കട്ട് ചോദ്യമാണ്. ഈ ചോദ്യം എങ്ങാനും നാളത്തെ ചോദ്യ പേപ്പറിൽ കണ്ടില്ല മക്കളെ, പിന്നെ ബാക്കി അതിക്ക് ശേഷം പറയാം. ഓക്കെ, അതുപോലെ അടുത്ത് അനലൈസ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ലെറ്റ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡിയാസ് ഇൻ ദ ഡ്യൂറിംഗ് 16th century BC. അല്ലേ, 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പിന്നെ നമ്മുടെ ഗംഗാ സമതലത്തിൽ പുതിയ ആശയങ്ങൾ, വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പാനിടയായ സാഹചര്യങ്ങൾ എന്തെല്ലാം, അവിടെ നിങ്ങൾ എന്ത് എഴുതേണ്ടത്, വേദകാലഘട്ടത്തിന്റെ ഇഷ്യൂസ് അവിടെ റൈസ് ചെയ്തും അതുപോലെ തന്നെ ആ വേദകാലഘട്ടം കാരണം അവരെ ബാധിച്ച അഗ്രിയൻ കൾച്ചർ, കാർഷിക മേഖല തകരാനുള്ള കാരണമുണ്ട്. അതുപോലെ തന്നെ ഗഹപതികളെ പറ്റി എഴുതണം. അങ്ങനെയാണ് പിന്നെ അവിടേക്ക് എന്ത് ചെയ്യുന്ന പുതിയ ആശയങ്ങൾ അവിടേക്ക് കടന്നു വരുന്നത് അല്ലേ. അതുപോലെ തന്നെ പ്രിപ്പയർ ഷോർട്ട് ഓൺ ബുദ്ധിസ്റ്റ് സ്തൂപാസ്, ബുദ്ധ സ്തൂപങ്ങളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. ബുദ്ധമതത്തിന്റെ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ബുദ്ധന്റെ സ്തൂപങ്ങൾ. ബുദ്ധന്റെ എന്താണ് പിന്നെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തതിനെ വിളിക്കുന്നവരാണ് സ്തൂപങ്ങൾ അല്ലേ. അപ്പൊ സ്തൂപത്തിന്റെ സവിശേഷങ്ങൾ പഠിച്ചു വെക്കുക. റെഡി. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതിന്റെ കറക്റ്റ് മുഴുവൻ ചോദ്യങ്ങളും അതുപോലെ ഇതിന്റെ ഉത്തരങ്ങളും ഇന്ന് രാത്രി കൃത്യം നമ്മുടെ 7:30 7:15 ലൈവിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരും ലൈവിലേക്ക് എത്താൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ടഫായ പോർഷൻ തോന്നുന്ന കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ ലൈവിലൊക്കെ ക്ലിയർ ചെയ്യും. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ എക്സാം നമ്മൾ പൊളിക്കാൻ അതൊരു സംശയമില്ല. സോ താങ്ക് യു, ബൈ.